Hello everyone, welcome back to my YouTube channel. Oh God, you again? അപ്പൊ ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്, August 4th. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചെറിയ 6 ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ഇപ്പൊ വന്നിരിക്കുന്ന ഒരു 3 ഫ്രണ്ട്സിനടുത്ത് ചോദിക്കാൻ ഞാൻ വിചാരിച്ചു. കുറേ ഫ്രണ്ട്സ് എനിക്കുണ്ട്. അപ്പോ അതില് എന്റെ നാട്ടിലുള്ള 3 ഫ്രണ്ട്സ്, മുണ്ടക്കൽ ഫാമിലി എന്നറിയപ്പെടുന്ന ഫ്രണ്ട്സ് ഗ്രൂപ്പിലെ ഒരു 3 ഫ്രണ്ട്സ് ആണ് ഇപ്പൊ കൂടെ ഉള്ളത്. അപ്പൊ ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. അപ്പൊ ഇവരടുത്ത് ഞാൻ 6 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ പോകുന്നത്. ഞാനും ഉത്തരം പറയും, ഇവരും ഉത്തരം പറയണം. അപ്പൊ ചോദിക്കാം, തുടങ്ങാം. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യന്, ഫ്രണ്ട്ഷിപ്പില് നിങ്ങൾ വാല്യൂ ചെയ്യുന്ന 3 കാര്യങ്ങൾ എന്താണ്? പറയണം, പറ. ഓ, അതിനു മുന്നേ ഞാൻ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ഒന്നും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇത് അഭിജിത്ത് പ്രേം, നമ്മൾ പ്രേമൻ എന്ന് വിളിക്കും. ഇത് നന്ദിക സുനിൽ, നന്ദൂട്ടി എന്ന് വിളിക്കും. ഇത് നന്ദന മഹേഷ്, ഇത് നന്ദു എന്ന് വിളിക്കും. ഓക്കെ, ഡൺ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ആൻസർ ഞാൻ ഇമോഷണൽ സപ്പോർട്ട്, മെന്റൽ ഹെൽത്ത്. മെന്റൽ ഹെൽത്ത് നീ വാല്യൂ ചെയ്യും ഫ്രണ്ട്ഷിപ്പില്? ഇത് പറ, നീ എന്താ വാല്യൂ ചെയ്യുന്ന? മുണ്ടക്കൽ ഫാമിലി നീ എന്താ വാല്യൂ ചെയ്യുന്ന? ടൈം പാസ്. ഗൂഗിൾ പേ കടം ചോദിക്കും. നീ പൈസ കടം ചോദിക്കല്ലേ? നമ്മളെല്ലാരും പ്രേമനെടുത്താ പൈസ കടം ചോദിക്കല്. അത് ഇവിടെ പറ്റൂല. പ്രേമനാണ് നമ്മുടെ എല്ലാം. ഫ്രണ്ട്ഷിപ്പില് വാല്യൂ ചെയ്യുന്ന 3 കാര്യങ്ങൾ. ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ഷിപ്പിൽ വാല്യൂ ചെയ്യുന്നത് ഫ്രണ്ട്സ്. വൈബ്, നല്ല വൈബ് വേണം. ഓക്കെ, ഇനി തേർഡ് പിന്നെ ലവ്. ഓക്കെ, ഫ്രണ്ട്ഷിപ്പില് ഫ്രണ്ട്സ് വേണം, വൈബ് വേണം, ലവ് വേണം. ശരി, 3 things that you value in your friendship. നല്ല ബിരിയാണി അവിടെ കിട്ടുന്നെന്ന് പറയാൻ പറ്റിയ കമ്പനി, പിന്നെ ഡിപ്രഷൻ അടിക്കുമ്പോ വിളിച്ച് ചൊറയാക്കാനുള്ള കമ്പനി. അലക്കെ ഇതുവരെ നല്ല ആൻസർ ചെയ്തു. 3ാമത്തത് പിന്നെ ജ്യോതികനെ പോലെ എന്തെങ്കിലും ഫുഡ് ഇങ്ങോട്ട് ഉണ്ടാക്കി തരുന്ന കമ്പനി. ഒരു ബ്രെഡ് പുഡിംഗ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ കഴിയുമ്പോൾ ഞാൻ അതിനെ കുറിച്ച് അപ്ഡേറ്റ് ചെയ്യാം. അതെ അതെ അതെ. ഇനി ഞാൻ പറയാം. എനിക്ക് സിൻസിയറിറ്റി, ട്രസ്റ്റ്, പിന്നെ ഇതേപോലെ നമുക്കൊരു ഇമോഷണൽ ബാലൻസ് തെറ്റുമ്പോ അല്ല ഇത് സ്ഥിര, ഇത് എനിക്ക് വേണ്ടതാണ്. നമുക്ക് ഒരു ഭയങ്കര സങ്കടമായിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോ നിങ്ങൾ ആരെങ്കിലും ഒക്കെ വിളിക്കുമ്പോ നമ്മൾ ആ സംഭവം മറന്നു പോകും. അങ്ങനെ സങ്കടമായിട്ട് വിളിക്കുന്ന ഈ ഫോണിൽ എടുക്കില്ല. അവര് വാട്സാപ്പ് ചെയ്താ മതി, ഞാൻ അത് കേട്ടോളാം. ഓക്കെ, ഡൺ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രേമൻ തുടങ്ങാൻ. അതായത് നമ്മൾ ഓരോരുത്തരിലും നിനക്ക് ഇഷ്ടപ്പെടുന്ന 3 ക്വാളിറ്റി. ക്വാളിറ്റികള് പറ. നന്ദിക്കയിൽ എന്താണ് നിനക്ക് ഡിസ്ക്രൈബ് ചെയ്യാനുള്ള 3? 3 എന്തിനാ? പറ. 1 ഓണസ്റ്റ് ആയിട്ട് പറയണേ, ചളി പറയരുത്. ചേച്ചി എന്താ ക്വാളിറ്റികളെ വെക്ക്? പറയുന്ന പോലെ നന്ദിക്കേണ്ട ചേച്ചിയാണ് നമുക്ക് വീഡിയോഗ്രാഫർ ആയിട്ടുള്ളത്. പറ. കുഴപ്പമില്ല, ഒരു ക്വാളിറ്റി അല്ല. അതൊന്ന് വരട്ടെ പ്രേമ. നല്ലോണം വണ്ടി പിടിക്കാൻ അറിയാൻ ഓ, തോന്നുന്നു. റൈഡർ ഗേൾ. ഓക്കെ, നെക്സ്റ്റ്. ഫുഡി. ഫുഡി. ശരി, ഫുഡി അല്ല. ജിംബോയ്. സ്പോർട്സ്. അത് സത്യല്ലേ, നമുക്ക് അങ്ങനെ എല്ലാവർക്കും അങ്ങനെ അതില്ല. അതിന് എന്നല് എന്റെ 3 ക്വാളിറ്റി അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ. നൈസ്, ഗുഡ് വൈബ്. നമ്മൾ തമ്മിൽ ഒന്നുമില്ല. നമ്മളെ അളിയൻ ബന്ധാണ്. അളിയോ അളിയൻ അതിന്റെ നാട്ടുകാരെ അറിയിക്കണം. നിനക്കെന്താന്ന് തോന്നുന്നു അങ്ങനെ. ഓക്കെ, ആദ്യമായിട്ട് നല്ലൊരു ഇത് പറഞ്ഞേ. ഇനി നന്ദു അനിമേ ഗേൾ. ഇഷ്ടപ്പെടുന്ന 3 ക്വാളിറ്റി. എന്നെ ഇഷ്ടപ്പെടുന്ന സ്മാർട്ട്, ഇന്റലിജന്റ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്.
അത് കുഴപ്പമില്ല, പക്ഷെ പറഞ്ഞല്ല കറക്റ്റ്. ആ നല്ല ഓക്കെ 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 കുട്ടിയാന്ന്. പിന്നെ ക്വാളിറ്റി ഇൻട്രോവേർട്ടോ. ആ അത് ശരിയാ, ഇൻട്രോവേർട്ടോ. ഇൻട്രോവേർട്ടാണ്. ഇൻട്രോവേർട്ടോ. ആ ഭയങ്കര ഹെൽപ്പിംഗ്. ഇൻട്രോവേർട്ടോ സെലക്റ്റീവ്ലി എക്സ്ട്രോവേർട്ടോ? ഹെൽപ്പിംഗ്, സത്യം ഹെൽപ്പിംഗ്. നന്ദു ദ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. ആർട്ടിസ്റ്റ് ആണ്, നല്ലോണം വരയ്ക്കും. പെണ്ണ് കയ്യിൽ പിടിച്ചിട്ട് കാലം മറന്നു. പക്ഷെ ആ ചിത്രങ്ങൾ ഞാൻ അവിടെ കാണിക്കാം. അടിപൊളി ആർട്ടിസ്റ്റ്, സോഫ്റ്റ് സ്പോക്കൺ സോഫ്റ്റ് സ്പോക്കൺ ആണ്. വീട്ടില് ഭയങ്കര ലൗഡ് സ്പോക്കൺ. മൂന്നാമത്തെ പിന്നെന്താ ആ മുഖം നോക്കിയിട്ട് നിനക്ക് എന്താ തോന്നുന്നത്? ഇടയ്ക്ക് കാണാൻ പറ്റുള്ളൂ. അത് സത്യം. ഞാനതൊന്നും ഇല്ല. പ്രേമനില് ഇഷ്ടപ്പെടുന്ന 3 ക്വാളിറ്റി. പ്രേമനാ ഓണസ്റ്റ് ആയിട്ട്. നല്ല ബ്രദർ വൈബാണ്. മറ്റേ പാട്ട് പറയട്ടെ. ആ സെക്കൻഡ് പിന്നെ ഫുൾ ക്രിറ്റിസിസം. You idiot. You're honestly an idiot. തേർഡ് എന്താണ്, ഞാൻ ഇടക്കിടക്കേ വിളിക്കും. ഹലോ, ഉറച്ചു പറ, കേൾക്കുന്നില്ല. ഓണസ്റ്റ് 3 ഒപ്പീനിയൻ. അത് കറക്റ്റാ. അധികം ഭയങ്കര ക്യൂട്ട്, ബബ്ലി, കെറിസ്മാറ്റിക്. പോരെ ഇത് എന്നെ നീയാ? ആലോചിക്കുന്നതാ. കുക്കിംഗ് ആ ഭയങ്കര സ്മാർട്ട്, കോൺഫിഡൻറ്റ്. ഇനി ഞാനാ പറയണ്ട. പ്രേമനിൽ തുടങ്ങാം. പ്രേമനിൽ ഇഷ്ടപ്പെടുന്ന 3 ക്വാളിറ്റി എന്ന് പറഞ്ഞാല്, പ്രേമന് ഞാനും എന്താണ്, എനിക്കൊരു ഏട്ടനെ പോലെ, കറക്റ്റ് ഏട്ടനെ പോലെയാണ്. വീണ്ടും എപ്പോഴും വിചാരിക്കാണ്ട് എനിക്കൊരു ഏട്ടൻ, സ്വന്തമായിട്ടൊരു ഏട്ടൻ വേണമെന്ന്. അപ്പൊ ബ്രദർ ഫ്രം അനദർ മദർ, അത് എന്താണ് കറക്റ്റ് ആയിട്ട് കരയുന്നുണ്ടാ? രണ്ടാമത്തെ എന്ന് പറഞ്ഞാല് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇങ്ങനെ കാണുന്ന ഒരു ഇതൊന്നുമല്ല, ശരിക്കും സംസാരിക്കാൻ നല്ല, എല്ലാത്തിലും എല്ലാ ആൾക്കാർക്കും ഹെൽപ്ഫുൾ ആണ്. അപ്പൊ അത് 2. ബ്രദർലി വൈബ് ഉണ്ട്, ഹെൽപ്ഫുൾ ആണ്. പിന്നെന്താ, ഇപ്പൊ അവൻ എന്തെങ്കിലും ഒരു പണി കൊടുക്കുകയാണെങ്കിൽ അവൻ അത് കൃത്യമായിട്ട് അതെല്ലാം ചെയ്യും. അതിപ്പോ എന്ത് വർക്ക് ആണെങ്കിൽ അതിൽ ഭയങ്കരമായിട്ട് എന്താണ് പറയാ, കമ്മിറ്റ്മെന്റ് ഉള്ള ആളാണ്. നന്ദിക്ക മൈ സ്വന്തം. അതായത് എന്താ, എനിക്ക് എന്ത് പ്രോബ്ലം വരികയാണെങ്കിലും ഞാൻ വിളിച്ച്, എനിക്ക് ഞാൻ എന്താ പേര് സേവ് ചെയ്തിരിക്കുന്നത് തന്നെ ഓക്സിജന്റെ ആ ഒരു ഇമോജി ഉണ്ടല്ലോ, ഓക്സിജന്റെ ഇമോജി അല്ല, ഒരു എയറിന്റെ ഒരു ഇമോജി ഇല്ല, അല്ല എയറിന്റെ ആ ഇമോജി. അതായത് എനിക്ക് ഓക്സിജൻ കിട്ടും നന്ദിക്കേന്റെ അടുത്ത് പോയാ. അതിപ്പോ എന്ത് ചിരിക്കാൻ, എപ്പോഴും അൺലിമിറ്റഡ് ചിരിക്കാൻ നമുക്ക്. പിന്നെ എന്താണ്, ആ സ്വഭാവത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അതായത് നല്ല കാര്യങ്ങൾ എപ്പോഴും അതേപോലെ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ നല്ല കുട്ടിയാണ്. ഓക്കെ, ഇൻ കമ്മിങ് ടു നന്ദുവിന്റെ വെച്ചാൽ അവൾക്ക് നല്ല ടാലൻസ് ഉണ്ട്. അതായത് വരയ്ക്കാനുള്ള നല്ലൊരു ടാലന്റ് ഉണ്ട്. ആൻഡ് സോഫ്റ്റ്, അങ്ങനെ ഭയങ്കര ജെന്റിൽ, അങ്ങനെ ഇതാണ്. പിന്നെ ആ ചെയ്യുന്ന കാര്യമൊക്കെ ഭയങ്കര പേഷ്യൻസോടെ ചെയ്യും. അത് എനിക്ക് പലപ്പോഴും നമുക്കൊന്നും ഉണ്ടാവില്ല. അപ്പം അത് കണ്ടുപഠിക്കേണ്ട ഒന്ന് തന്നെയാണ്. തേർഡ് ക്വസ്റ്റ്യൻ, അതായത് ഇപ്പം പ്രേമെന്ന് തുടങ്ങാൻ നമ്മൾ ഓരോരുത്തരായിട്ട് നിന്റെ വീട്ടിലേക്ക് വരിക. അപ്പൊ നീ എന്ത് ഫുഡാണ് ഓരോരുത്തർക്കും ആക്കി കൊടുക്കുക. സെയിം ഫുഡ് പറയരുത്, ലൈക്ക് അവരുടെ ചോയ്സ് ഒക്കെ അനുസരിച്ച്. നന്ദിക്ക് വരികയാണെങ്കിൽ എന്താ ഉണ്ടാക്കുക? പുട്ടുമായിട്ട് വല്ല ശത്രുതയുണ്ടോ? ഞാൻ വരുമ്പോ നന്ദു വരുമ്പോ ഇല്ല. നന്ദിക്ക പ്രേമന് കഞ്ഞി. ഞാൻ ജ്യോതികക്ക് ഞാൻ എല്ലാം കൊടുക്കും, കാരണം നീ ഭയങ്കര ഫുഡിയാ. ശരിയാ. നന്ദു ഐഡിയ. ഓക്കെ, നമുക്ക് ലാസ്റ്റ് നോക്കാം. ഇങ്ങോട്ട് ചോദിച്ചാൽ മതി. ഇനി നന്ദു പ്രേമം വരുമ്പോ ഗ്ലാസ്സിൽ തണുത്ത വെള്ളം അത്രേ കൊടുക്കോളൂ. അതെന്താ പറയാ, നിന്റെ ആ ചൂടൻ സ്വഭാവം ഒന്ന് തണുപ്പിക്കേ, മനസ്സിലായ? നന്ദിക വരുമ്പോ അങ്ങനെ അതുകൊണ്ടാ ഉദ്ദേശിച്ച ആ മുഖം. ഇനി ഞാൻ വരുമ്പോ, ജ്യോതിക വരുമ്പോ സ്ലൈസ് ബ്രെഡ്.
അങ്ങനെ അവർക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്നതിനോട് പറയും. ഇനി ഞാൻ എന്റെ വീട്ടിൽ പ്രേമം വരികയാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ കൊറേ വന്നിനി. അല്ല വരികയാണെങ്കിൽ ഇനി വരികയാണെങ്കിൽ നല്ല ബിരിയാണി വെച്ചുതരും. ഓക്കെ പ്രേം ബിരിയാണി ഇങ്ങനെ നോക്കി നോക്കി പറഞ്ഞ ആളാ. നന്ദിക വരികയാണെങ്കിൽ മെയിൻ പുട്ടും കടലയും ഫസ്റ്റ് പ്രയോറിറ്റി. കാരണം പുട്ട് ഭയങ്കര ഇഷ്ടമാണ്, എപ്പൊ കൊടുത്താലും കഴിക്കും. നന്ദ വരികയാണെങ്കിൽ എരിവ് കുറഞ്ഞ സാധനം. കാരണം അവള് എരിവ് കഴിച്ചാ ഇവിടെ ഇങ്ങനെ ഫുൾ ബ്ലഷ് ഒന്നും വേണ്ട അവൾക്ക്. അപ്പൊ അങ്ങനത്തെ ഒന്നും പറ്റൂല. അപ്പൊ എരിവ് കുറഞ്ഞ എന്താണോ അത്. അപ്പൊ 4th ക്വസ്റ്റ്യൻ, ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഒരു 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് വിശദീകരിച്ച എസ്എ ക്വസ്റ്റ്യൻ, ആൻസർ കുറച്ച് ഇതാക്കി പറയണം. ഓക്കെ, പ്രേമനത്താണ്. നമ്മൾ ഓരോരുത്തരുമായിട്ടുള്ള ഒരു നല്ല ബെസ്റ്റ് മെമ്മറി ഒരു അത് പറ, ഡിസ്ക്രൈബ് ചെയ്ത് പറ. എല്ലാരും എന്നാ ഇവിടെ തുടങ്ങാം. നമ്മൾ ഇന്നലെ എന്തോ സംസാരിച്ചു, അതാണ് ബെസ്റ്റ് മെമ്മറി. ഇവളും എന്നെ രാത്രി വിളിച്ചിട്ടൊരു കാര്യം അങ്ങനെ പറയരുത്. ജാമ്പൂരിക്കുന്ന ഒരു സംഭവം നടന്നില്ല. അതിന് മുന്നത്തെ ഒരു മൈക്കിൾസിൽ വെച്ചിട്ടൊരു സംഭവം നടന്നില്ല. അത് ഭയങ്കര സംഭവം. അത് ഞാൻ പറയാം. ആ പിന്നെ നന്ദിക്കയില് നന്ദിക്ക് എപ്പം വരും ബെസ്റ്റ് മെമ്മറിയാണ്. അത് സത്യമാണ്. Brother, what's that? എപ്പോഴും ആ ഒരു സിറ്റുവേഷൻ കളർഫുൾ ആക്കും. നമ്മളെല്ലാരും സാഡ് ആയിട്ട് ഇങ്ങനെ ഒരുമാതിരി ദേഷ്യത്തോടെ നിൽക്കുകയാണെങ്കിൽ നന്ദിക വന്ന് അത് കളറാക്കി തരും. സത്യമാണ്. ഹാപ്പി ഹോളി. ഓക്കെ, ഇനി നന്ദിക്ക ബെസ്റ്റ് മെമ്മറി എന്നല്ല, എനിക്ക് ഫൊഗറ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. അൺഫൊഗറ്റബിൾ. 10th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. അത് വെച്ചിട്ട് അത് പറഞ്ഞോ? അത് വേണ്ട. അപ്പൊ ആ ടൈമില് ജ്യോതിക എന്നെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞ്. അത് എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റാത്തൊരു ഇൻസിഡന്റാ. അതെപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. അതിന്റെ ബെസ്റ്റ് മെമ്മറി ഞാൻ ഒരു കല്യാണത്തിന് കണ്ടില്ലേ. നമ്മൾ കലാപമ്പത്തിന് കണ്ടിന്. കല്യാണത്തിന് കണ്ടത് ഓർമ്മയില്ല. പ്രേമനായിട്ടുള്ള ബെസ്റ്റ് മെമ്മറി എന്ന് പറയാനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നല്ല മെമ്മറി. നല്ല വോഫിൾ കഴിക്കാൻ ശരിയാണ്. മറ്റേ സ്ഥലത്തുനിന്ന് വോഫിൾ കഴിക്കാൻ പോയത് നല്ല മെമ്മറി. നന്ദിക ഈ 7th എന്നെല്ലാം പഠിക്കുമ്പോ ടിഫിനില് ഒരു ഇഡ്ലി പൊരിച്ചത് കൊണ്ടുവരാൻ ഞാൻ ഇവിടെ വിളിക്കുന്ന കുറേ തിന്നലുണ്ട്. ഒരു ബെസ്റ്റ് മെമ്മറി ഉണ്ട്. സാധനം സ്കൂളിൽ പഠിക്കുമ്പോഴേ ചെറുപ്പത്തിൽ ആ സാധനം എന്റെ അടുത്ത് ഇപ്പൊ ഉണ്ട്. എനിക്ക് ഇവിടെ പ്ലേറ്റിൽ നിന്ന് ഫുൾ എടുത്ത് തിന്നതോ. അപ്പൊ ഞാനിവിടെ നമ്മള് 7th കൊറേ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചതാ. ഞാനും നമ്മളെ ഏതോ ഒരു 7th പഠിക്കുമ്പം ഒരേ നന്ദുവിന്റെ പ്ലേറ്റിൽ നിന്ന് കേട്ടത്. അതെ, നമ്മൾ ആക്ച്വലി ഗാങ് ആയിരുന്നു. ശ്രീ രാജരാജേശ്വരി അധോലോകം. ഓൾഡ് ഗാങ്. പിന്നെ ഡൽഹി ഉണ്ടായിരുന്നു. പേര് ഞാൻ കേട്ടിട്ടല്ലോ. ഇപ്പൊ ഹാപ്പി മാരീഡ് ലൈഫ്. ഹാപ്പി മാരീഡ് ലൈഫ് ഡൽന. ഓക്കെ, അപ്പൊ ഓൾഡ് ഗാങ് ഇപ്പൊ പുതുതായിട്ട് വന്നു. ഓക്കെ. പിന്നെ ജ്യോതികന്റെ കാര്യം പറയുകയാണെങ്കിൽ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ എന്റെ അമ്മയ്ക്ക് നല്ല സ്നേഹത്തോടെ കുഞ്ഞു ചെമ്മീൻ ഇങ്ങനെ എണ്ണയിലിട്ട് ഇങ്ങനെ പൊരിച്ചെടുത്തു. ചെമ്മീന്, കൂന്തല് പൊരിച്ചത്, പിന്നെ ചപ്പാത്തി. ഇവളങ്ങനെ ഇരിക്കുന്നുണ്ടാവാ. ഇങ്ങത്തോളം വരും ലഞ്ച് ബ്രേക്ക് ആകും. എന്താ മോളെ ഫുഡ് എന്ന് പറയാം. അങ്ങനെ നിങ്ങത്തോളം വരും. അത് തന്നെ. അത് ഞാൻ 4th വന്നില്ല, 10th അങ്ങനത്തെ കൊറേ ഉണ്ടായിരുന്നു. വരുന്നുണ്ടായിരുന്നു.
എന്റെ അമ്മേന്റെ ചെമ്മീന്റെ ഭയങ്കര ഫാനാണ്. നല്ല ഫുഡ് എവിടെ ഉണ്ടോ അവിടെ ഞാനുണ്ട്. പിന്നെ ഇത് നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോ ജ്യോതികക്ക് ഭയങ്കര ഫാൻ ബേസ് ആണ്. ലഞ്ച് ബ്രേക്ക് ആവുമ്പോ അടിയാവും. ജ്യോതികന്റെ ടീമിൽ ഉപ്പ് സോഡ ഹോൾ ക്ലാസ് ആദ്യം വേഗം ഭക്ഷണം കഴിച്ചിട്ട് ഓടും. ജ്യോതിക ടീം ലീഡർ. അപ്പൊ ജ്യോതികന്റെ ഗ്യാങ്ങിലാവണമെന്ന് പറഞ്ഞിട്ട് ഓടും എല്ലാരും. ആ ഗ്യാങ് ആകെ LP സെക്ഷനിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അത് പൊട്ടി. ഗ്യാങ് അല്ല, പക്ഷെ നല്ലൊരു ഗ്രൂപ്പ്, നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഇത്. പക്ഷെ നമ്മൾ എല്ലാരും ഒരുമിച്ചായിരുന്നു. ഉപ്പ് സോഡ ഭയങ്കര മെയിൻ ആയിരുന്നു സെൻട്രൽ സെസ്സിൽ. അപ്പൊ നമ്മൾ എല്ലാരും ഒരുമിച്ച് കളിക്കുന്നു. തേർഡിലല്ല പഠിക്കുന്നുണ്ട്. തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാം പൊട്ടി ഗോഡ്. ഓക്കെ, ഇനി എല്ലാരും കഴിഞ്ഞല്ലേ? പ്രേമൻ ഫുൾ വിളിച്ചിട്ടുള്ള ബന്ധം. അവന് ഫുൾ ഇങ്ങോട്ടേക്ക് ആക്കും. ഇടയ്ക്ക് എന്തെല്ലോ ഈ എന്താ ഇങ്ങനെ ഡിപ്രഷൻ ആവല്ല, അങ്ങനെ മോട്ടിവേറ്റിംഗ് ആണ്. അങ്ങനല്ല, പ്രേമൻ ആരെങ്കിലും നമ്മൾ ആരെങ്കിലും സങ്കടപ്പെട്ട് അറിയാണെങ്കിൽ പിന്നെ നമ്മൾ റെഡി ആവുന്നത് വരെ വിളിച്ചുകൊണ്ടിരിക്കും. ശല്യം ചെയ്യും. ഞാൻ നിന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. ഞാൻ ബ്ലോക്ക് ചെയ്തിനാണ്. പക്ഷെ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങോട്ടേക്ക് ഗിഫ്റ്റ് തരും, കോമിക് ബുക്ക്, എന്നിട്ട് പറയും അത് വായിച്ചു. ഫിലിം റെക്കമെൻഡേയും ഗിഫ്റ്റ് ഏറ്റവും കൂടുതൽ, അതും അടിപൊളി ഗിഫ്റ്റ് എല്ലാ ആൾക്കാർക്കും. എന്താ ഒരു പ്രൈസ് ഒന്നും നോക്കാണ്ട് പേഴ്സണലൈസ്ഡ് ഗിഫ്റ്റ്സ് വരുന്നത് എല്ലാം പ്രേമന. കഴിഞ്ഞ ഇനി എന്റെ ടേൺ. പ്രേമനായിട്ടുള്ള ബെസ്റ്റ് മെമ്മറി അല്ലേ? പ്രേമം പറഞ്ഞതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ ഞാൻ പറയാം. നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടുന്ന നമ്മൾ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലുണ്ട്. അപ്പം അങ്ങനെ പരിചയപ്പെടുന്നത്. പക്ഷെ അതില് നമ്മളെ സ്കൂളിൽ നമ്മളെല്ലാവരും സെന്റ് ജോസഫിലാണ് പഠിച്ച, പ്രേമ സെന്റ് മൈക്കിൾസിലാണ് പഠിച്ച. എന്റെ സ്കൂളിൽ ഞാൻ ഒഴികെ ബാക്കി എല്ലാ ആൾക്കാർക്കും പ്രേമനെ അറിയാം. പ്രേമ ഭയങ്കര അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ച, എസ്പെഷ്യലി ഗൈഡ്സിലുള്ള ആൾക്കാർക്ക് ഓൾമോസ്റ്റ് സ്കൂൾ മൊത്തം എന്നല്ല, എന്നാലും ഗൈഡ്സിലുള്ള ആൾക്കാർക്ക് ഒട്ടുമിക്ക എല്ലാ ആൾക്കാർക്കും അറിയാം. എനിക്കറിയില്ല, കാരണം ഞാൻ ഒരു പെർട്ടിക്കുലർ ക്യാമ്പിന് പങ്കെടുത്തിട്ടില്ല. പക്ഷെ പിന്നെ ഞാൻ പ്രേമനായിട്ട് കൺഫ്രണ്ട് ചെയ്തത് ഇപ്പൊ സെന്റ് മൈക്കിൾസ് വെച്ചിട്ട്. ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അടിയാ, അടി കൂടിയിട്ടാണ് ഫ്രണ്ട്സ് ആയേ. പക്ഷെ അത് ജാംബൂരി എന്ന് പറഞ്ഞിട്ട് നാഷണൽ ക്യാമ്പിൽ പോയപ്പോ നമ്മളെല്ലാം സെറ്റായി. പിന്നെ ബ്രദർലി അപ്പൊ തുടങ്ങിയതാ. ഞാൻ 10 തുടങ്ങിയതാ. പിന്നെ ഇപ്പൊ ഉണ്ട് 7 കൊല്ലം, 7 years ഓഫ് ഫ്രണ്ട്ഷിപ്പ്. ഞാൻ അതിലും ഉണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഇവരൊക്കെ ആയിരിക്കും. ഓക്കെ, അതാണ് പ്രേമൻ. നന്ദിക എന്താ എനിക്ക് എപ്പോ LKG മുതലേ ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ച എനിക്ക് ഒരു ഓക്സിജൻ കിട്ടാൻ. ഇപ്പൊ വീട്ടിലാണെങ്കിലും അമ്മ ഞാൻ നന്ദിക്കാൻ്റെ അടുത്ത് പോയിട്ട് വരാം, എനിക്ക് കുറച്ച് ഓക്സിജൻ കിട്ടണം എന്നാണ് ഞാൻ ഫസ്റ്റ് പോയിട്ട് വരാം പറയാ. അവള് റാൻഡം ആയിട്ട് എന്ത് സംസാരിച്ചു തന്നെ അവളുടെ ചിരി കേട്ടാലില്ലേ എല്ലാ ആൾക്കാരും അവരുടെ പ്രോബ്ലംസ് മറന്നു. ചിരി വേണോ? ഈ ചിരിയല്ല, പക്ഷെ അവൾക്ക് നല്ല ഇതുണ്ട്. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വീട്ടില് മൊത്തം പ്രശ്നമാണല്ലോ. ഈ പകൽമാന്യൻ എന്ന് വെച്ചാ എന്താ മുത്തശ്ശ? മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല മാന്യനായിട്ട് നടക്കും, പക്ഷെ ആള് മഹാപിഴയായിരിക്കും. എല്ലാം സോർട്ട് ആക്കി തരും. ഓക്കെ, ഡൺ. അത് നന്ദിക. ഇനി നന്ദു ആയിട്ടുള്ള ബെസ്റ്റ് മെമ്മറി പറഞ്ഞാല് എന്താ, നമ്മൾ 10th എന്താ പറയാ, ഗ്രാജുവേഷൻ സെറമണി. എന്താ പറയാ, ഗ്രാജുവേഷൻ സെറമണി എന്ന് പറയാം. ഒരു പ്രൈസ് കിട്ടുന്ന ട്രോഫി കിട്ടുന്ന 10th ഫുൾ എ പ്ലസ് കിട്ടുന്ന സംഭവം. ഫുൾ എ പ്ലസിന്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ. അതെന്താ A+ഉം കിട്ടിയ ആൾക്കാർ ഒരു ഫംഗ്ഷൻ ഉണ്ടാവുമല്ലോ, അനുമോദിക്കുന്ന. അന്നത്തെ ദിവസമാണ് ഞാൻ ഐഷു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഹായ് ഐഷു ഞാൻ നന്ദുവിന്റെ വീട്ടില് ബിരിയാണി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയതാണ്. പക്ഷെ അന്ന് തൊട്ട് നമ്മളെല്ലാരും ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. അതിന് മുന്നേ സ്കൂളിൽ പഠിക്കുമ്പോഴും നന്ദുവിന്റെ ആ കഴിവിലെല്ലാം നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ആൾക്കാരാണ് സത്യമായിട്ടും. കാരണം ആനുവൽ ഡേക്കൊക്കെ അവള് വരക്കുന്നതാണ് ആനുവൽ ഡേക്കൊക്കെ സ്റ്റേജിലെല്ലാം കൊടുക്കുന്നുണ്ടായ. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഫുഡ് വഴിയാണ് നമ്മളെ ഫ്രണ്ട്ഷിപ്പ് പലതും ഉണ്ടായ. പിന്നെ ഓരോരുത്തർക്കും ഇന്നർ ടാലൻസ് ഉണ്ട്. നന്ദിക നല്ല സ്പോർട്സ് പ്ലെയർ ആണ്. എന്താണ്, പവർ ലിഫ്റ്റിലും പിന്നെ ജൂഡോ ചാമ്പ്യൻ ആണ്. അല്ല, അങ്ങനെയല്ല, ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട്. പ്രേമന് ഷാജി കേട്ടാ, പ്രേമൻ നല്ലോണം
പാട്ട് പാടും പ്രേമം വരക്കുകയും ചെയ്യും. നല്ല എല്ലാ ആൾക്കാർക്കും ഈ മുണ്ടക്കൽ ഫാമിലിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒഴികെ ബാക്കി എല്ലാവരും ടാലന്റഡ് ആണ്. ആഞ്ജനേയ സ്വാമി. പിന്നെ എപ്പോഴും 24/7 നമ്മൾ എന്തെങ്കിലും കഴിവുണ്ടെന്ന് മുമ്പ് പറഞ്ഞു എന്തൊക്കെ കഴിവുണ്ട്, പക്ഷെ അത് പുറത്തേക്ക് കാണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു പീക്കിലെത്തണം, എന്നാലേ ആള് കാണിക്കൂ. അതാണ് നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? പിന്നെ ജ്യോതിക അഗർബത്തിയിലേക്ക് അങ്ങനെ 4 ക്വസ്റ്റ്യൻസ് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഈ ഫ്രണ്ട്ഷിപ്പ് ഡേയില്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻസ്? സൂപ്പർ. ഇവൻ പറയും ക്രിഞ്ച്. നല്ല ഫ്രണ്ട്സ് ആണ്. ഫൺ ആയിരുന്നില്ലേ? ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുക. അപ്പൊ ഈ ഫ്രണ്ട്ഷിപ്പ് ഡേയിൽ എന്താ പറയാനുള്ളത്? ഹാപ്പി ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്ഷിപ്പ് ഡേയിൽ എന്താ പറയാനുള്ളത്? അപ്പൊ ഒരുമിച്ച് പറയാം. റെഡി 1 2 3 സ്റ്റാർട്ട്. ഹാപ്പി